ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, നിങ്ങൾ ശരിക്കും ഈശോയുടെ കുടുംബാംഗങ്ങളാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? അച്ഛന് വേണ്ടി വല്ലതും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങൾ പറയാനല്ല, നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഉള്ളത് അതായത് ഒരു കാര്യം അറിയിക്കാം. നമുക്ക് വാഴക്കുളത്ത് നമുക്ക് അഭിഷേകാനന്ദ സിസ്റ്റേഴ്സിന്റെ ഒരു ഹൗസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അവിടെ സ്പിരിച്വൽ ഗൈഡൻസിന്റെ യുവജന ധ്യാനങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾക്കറിയാം. അതുപോലെ ഈ ജൂലൈ മാസം 9-ാം തീയതി, കഴിഞ്ഞ മാസം അവരൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ജൂലൈ മാസം 9-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഒരു പൊതുജനങ്ങൾക്കുള്ള ഏകദിന കൺവെൻഷൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാർഡ് ഇട്ടേക്കാം കേട്ടോ. ഇടദിവസമാണ്, ബുധനാഴ്ചയാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ബോഡിയാമത്തെ വിശുദ്ധ കുർബാനയും കുംസാരവും ഉള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ ഓഫീസ് നമ്പറിലൊക്കെ വിളിച്ച് ചോദിച്ചാൽ മതിയോ, ഞാൻ അതിന്റെ കാർഡും കൂടി ഇട്ടേക്കാം. പ്രൈസ് ദി ലോർഡ്. വലിയ ദൈവാനുഗ്രഹം എന്തായാലും ഒന്ന് പൊക്കോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നന്മറിഞ്ഞ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നടക്കുന്ന നമ്മൾ ഒരുപാട് പേരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെയാണ് ഈശോ ഇതെല്ലാം ചെയ്യുന്ന. നേരത്തെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് നമ്മുടെ എല്ലാവരും നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൂട്ടായ്മയുണ്ടാകാൻ എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങൾ നല്ല കൂട്ടായ്മയിലാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഇടവകയാണെങ്കിൽ ആ ഇടവക എല്ലാം ഒറ്റക്കെട്ടായി പോകാൻ അല്ലെ ഒരച്ഛൻ ആഗ്രഹിക്കും. ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മെയിൻ ആള്, ഒരു സ്കൂളോ ഒക്കെ എന്തെങ്കിലും അല്ലാതെ നല്ലൊരു ഐക്യത്തിൽ പോകാനായിട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ തലങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. മനുഷ്യന്റെ ഒരു നൈസർഗികമായിട്ട് നമ്മുടെ സമൂഹ ജീവി എന്ന നിലയിൽ എല്ലാം ഇങ്ങനെ ഭിന്നിച്ചു പോകാനല്ല ആഗ്രഹിക്കുന്നത്. ഭിന്നിപ്പുണ്ടാക്കുന്നവർ പോലും ഒരു പരിധി വരെ അവരെ നമുക്ക് വിധിക്കാൻ വേണ്ടി പറ്റില്ല. അവർ ഐക്യത്തിന് വേണ്ടി ആഗ്രഹിച്ചൊക്കെ പറ്റാത്തതുകൊണ്ടായിരിക്കും. പോട്ടെ. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, ഇതുണ്ടാകണമെന്നുണ്ടെങ്കിൽ 1 യോഹന്നാൻ 1:3 വചനം പഠിപ്പിക്കുകയാണ്. സ്ലീഹന്മാർ പറയാണ്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെ ഞങ്ങൾ അറിയിക്കും. എന്നിട്ട് പറയാം, ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. അല്ലേ? എല്ലാവരും അത് നമുക്കൊന്ന് വ്യാഖ്യാനിച്ച് നോക്കാം. അതായത് ഇവിടെ സ്ലീഹ പറയുകയാണ്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങളെ അറിയിക്കുകയാണ്. അവർ കാണുകയും കേൾക്കുകയും ചെയ്തത് എന്താ? അവർ ഈശോനെ കണ്ടു, അവർ ഈശോനെ കേട്ടു, അവർ ഈശോനെ തൊട്ടു, ഈശോനെ അനുഭവിച്ചു. അത് ഉത്ഥാനത്തിന് മുമ്പും ഉത്ഥാനത്തിന് ശേഷവും. അപ്പൊ ആ ഉത്ഥാനത്തിന് ശേഷമുള്ള അനുഭവമാണ് അവർക്ക് ഒരുപാട് കൂടെ അല്ലെ അവരെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഉത്ഥാനാത്മകമായ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം, നമുക്കറിയാം. അപ്പൊ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അത് വിശ്വാസമുണ്ട്. ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ട ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കുക. ഇങ്ങനെ അറിയിക്കുന്ന എന്നത്തിനാ? ഇങ്ങനെ അറിയിക്കുന്ന വെച്ചാൽ നിങ്ങളുമായി ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം എന്താ ചിന്തിച്ചു നോക്കിയേ. അതിനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഈശോ വരുമ്പോഴാണ് കൂട്ടായ്മ വരുന്നത്. അല്ലെ? ഈശോ പറയാ, ഞാൻ നിങ്ങൾക്ക് സമാധാനം എന്താ പറയണത്, ഈശോ വരുന്നിടത്ത് എല്ലാ ഐക്യത്തിലേക്കാണല്ലോ വരുന്നത്. ലോകവും അല്ലെങ്കിൽ പിശാജ്, ഈ ശത്രുതര മതിലുകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചുമായിട്ട് രമ്യതയിലായതല്ല അതിന്റെ അർത്ഥം. അല്ലെ? ദൈവവുമായിട്ടുള്ള ആ രമ്യതയുടെ തലം വരിക. ഈശോ വരുന്നിടത്താണ് അതെല്ലാം വരുന്നതെന്ന് മനസ്സിലാക്കണം. അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ ഇരു കൂട്ടരെ ഒന്നിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് വചനങ്ങൾ ബൈബിളിലുണ്ട്. എന്നിട്ട് പറയാ, ഞങ്ങളുടെ കൂട്ടായ്മ ആരുമായിട്ടാ? പിതാവിനോടും അവരുടെ പുത്രനെ ഈശോയോടുമാണ്, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ദൈവൈക്യം, ദൈവസാന്നിധ്യം, ദൈവത്തോടൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, നമുക്ക് പേഴ്സണലി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ ഇവർക്ക് ദൈവവുമായിട്ടൊരു കൂട്ടായ്മ വരുമ്പോഴേ നമ്മളായിട്ട് കൂട്ടായ്മ വരുള്ളൂ. നിങ്ങൾക്ക് എന്റെ ആശയം ക്ലിയറായോ? അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ജീവിത പങ്കാളി മധ്യമിക കുടുംബത്തെ വലിയ പ്രശ്ന ഭിന്നതയാകുന്നയാള് ധ്യാനം കൂടുന്നു, അദ്ദേഹത്തെ ദൈവവുമായിട്ട് കൂട്ടായ്മ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യരുമായിട്ട് കൂട്ടായ്മ വരും. ഇനി നേരെ തിരിച്ചുണ്ട്, മനുഷ്യരുടെ കൂട്ടായ്മ ഇല്ലാതിരിക്കുക ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകാൻ പറ്റുകയില്ല. അതാണ് യോഹന്നാന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട ഒരു സംഗതിയാണ്. എവിടെയെങ്കിലും ഒന്നിൽ പ്രശ്നം വന്നാൽ പറ്റിയല്ല. സഹോദരങ്ങളുടെ പ്രശ്നമുണ്ട് ദൈവത്തോട് കൂട്ടായ്മ വരാൻ പറ്റില്ല, ദൈവത്തോട് പ്രശ്നമുണ്ട് സഹോദരങ്ങളുടെ കൂട്ടായ്മ വരാനും പറ്റിയല്ല.
അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമുക്ക് ആരാണോ നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മയിലേക്ക് വരണം, അവർക്കൊരു ദൈവൈക്യ, ദൈവ സാന്നിധ്യം, ദൈവാനുഭവം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങാന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ്. പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ദൈവം തന്നെ അങ്ങ് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് എന്റെ കാര്യങ്ങൾ കേട്ടോ. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൂടെയുണ്ട് കേട്ടോ. എന്റെ സ്നേഹവും പ്രാർത്ഥനയും കൂടെയുണ്ട്. വിഷമിക്കരുത് ഒന്നിലും. നല്ല സന്തോഷത്തോടെ എല്ലാത്തിനും അതിജീവിച്ച് പോകണം കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവം അവിടുത്തെ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ട്, കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ് ഈ നല്ല പ്രഭാതത്തിൽ ഇവരെ പേർക്ക് വേണ്ടി കർത്താവ് കുർബാന അർപ്പിച്ച്, അതുപോലെ തന്നെ കർത്താവ് പ്രാർത്ഥിച്ച് വീടി ആശീർവാദം കൊടുക്കും. ഒരുപക്ഷെ ഇവര് ഈ ടോക്ക് കേൾക്കുന്ന വൈകുന്നേരവും നാളെ പുലർച്ചെ പല സമയത്തും ഒക്കെ ആയിരിക്കാം. കർത്താവ് ദൈവമേ, കർത്താവ് ഇപ്പോൾ ചൊരിയപ്പെടുന്ന മുഴുവൻ അഭിഷേകം ഓരോരുത്തർക്കും അതിന്റെ കൂടുതൽ ആളുകൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓ ദൈവമേ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. ഇവരെ എഴുതി സമർപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോ ആശീർവദിക്കട്ടെ. ഓ കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് ഇവർ നേരിട്ട് ഫോൺ വിളിച്ചൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത് ഈശോയുടെ നാമത്തിൽ അതിനകത്തിലെ ദൈവിക ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിതാവായ ദൈവം, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യോഹന്ന 14:14, യോഹന്ന 14:13, യോഹന്ന 15:16 ഒക്കെ വെച്ച് പ്രത്യേകം ഈശോയുടെ നാമത്തിൽ ബ്ലെസ് ചെയ്യുക. ഓ കർത്താവ് ദൈവം ഇവരുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെ ആശീർവദിക്കുക. ദുഷ്ടാരൂപങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ് ദൈവം പ്രത്യേകിച്ച് കുടുംബങ്ങളെ നല്ലൊരു ഐക്യത്തിന് വേണ്ടി ഈ ഒരു വചനപ്രകാരം ഒരു പരിശ്രമം പ്രാർത്ഥനയും ഇവർക്കുണ്ടാകാൻ തക്കവിധ കൃപ നിറയട്ടെ, പരിശ്രമം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.